റഷ്യ ഒന്ന് തൊടാൻ പോലും അമേരിക്ക ഇന്ന് വല്ലാതെ ഭയക്കുന്നുണ്ട്. താരിഫ് വർദ്ധിപ്പിച്ച് പല രാജ്യങ്ങളോടും പകരം ചോദിച്ച അമേരിക്ക എന്തുകൊണ്ട് റഷ്യക്ക് ഇളവ് കൊടുത്തു എന്ന ചോദ്യത്തിന് ഒരുപാട് ഉപരോധം നേരിടുന്ന രാജ്യമാണല്ലോ റഷ്യ എന്ന മറുപടിയായിരുന്നു അമേരിക്ക നൽകിയ ഉത്തരം. എന്നാൽ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രമായ റഷ്യയുടെ കൈവശമുള്ള ആയുധങ്ങളെയും ആൾബലത്തെയും സർവോപരി പുടിൻ എന്ന ചക്രവർത്തിയെയും അമേരിക്ക വല്ലാതെ ഭയക്കുന്നുണ്ട്. അതാണ് അമേരിക്കൻ കോൺഗ്രസിന്റെ നിർദ്ദേശം പോലും കാറ്റിൽ പറത്തി പ്രസിഡന്റ് ട്രംപ് റഷ്യയെ തൊടാൻ ധൈര്യമില്ലെന്ന് തുറന്നു സമ്മതിച്ചത്. എന്തുകൊണ്ടായിരിക്കും അമേരിക്കയ്ക്ക് റഷ്യ ഇത്ര ഭയം? നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്താവുന്നതാണ്. റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തണമെന്ന അമേരിക്കൻ കോൺഗ്രസിന്റെ ഏറ്റവും പുതിയ നീക്കം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ എതിർപ്പ് കാരണം നിർത്തിവെച്ചിരിക്കുകയാണെന്ന ബ്ലൂബർഗിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് റഷ്യയെ എത്രത്തോളം ഭയപ്പെടുന്നു എന്ന കാര്യം കൂടിയാണ് നമ്മളോട് പറയുന്നത്. റഷ്യൻ ഊർജ്ജം, യുറേനിയം, മറ്റ് അസംസ്കൃത വസ്തുക്കൾ എന്നിവ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 500% തീരുവ ചുമത്തുന്ന നിയമനിർമ്മാണത്തിന് സെനറ്റിൽ 80-ലധികം പേരുടെ പിന്തുണയുണ്ട്. ഇതിനെ ബ്ലൂബർഗ് വീറ്റോ പ്രൂഫ് പിന്തുണ എന്നാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ നിയമനിർമ്മാതാക്കൾക്ക് അമേരിക്കൻ പ്രസിഡന്റിന്റെ ആജ്ഞയെ ധിക്കരിക്കാൻ ഭയമുണ്ട് എന്നാണ് ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. താൻ ബില്ല് പരിശോധിച്ചിട്ടില്ലെന്നും റഷ്യക്കെതിരെയുള്ള ഉപരോധങ്ങൾ ശരിയായ സമയത്ത് മാത്രമേ പരിഗണിക്കുന്നുവെന്നും ട്രംപ് പറയുന്നു. ഈ മാസം തന്നെ ഈ നടപടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അമേരിക്കൻ കോൺഗ്രസിന്റെ ശ്രമത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് തടസ്സം സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം റഷ്യയും ഉക്രൈനും തമ്മിൽ ഒരു സമാധാന കരാറിലെത്താൻ കഴിയില്ലെന്ന് വ്യക്തമായാൽ എപ്പോൾ നടപടിയെടുക്കണമെന്ന് തീരുമാനിക്കുമെന്നും ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. റഷ്യയ്ക്കും ഉക്രൈനുമെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം പറയുന്നു. സെനറ്റിന്റെ ഉപരോധ ബിൽ താൻ നയിക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. എന്നാൽ കുറച്ചുകാലം റഷ്യയെയും ഉക്രൈനെയും യുദ്ധം തുടരാൻ അനുവദിക്കുന്നതാണ് നല്ലതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ദീർഘദൂര ആണവശേഷിയുള്ള റഷ്യൻ ബോംബറുകൾക്ക് നേരെ അടുത്തിടെയുണ്ടായ ഉക്രൈനിയൻ ഡ്രോൺ ആക്രമണങ്ങളെക്കുറിച്ചും ട്രംപ് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. റഷ്യയ്ക്ക് പ്രതികാരം ചെയ്യാൻ ഒരു കാരണം നൽകുന്നതിലൂടെ സംഘർഷം രൂക്ഷമാകാനുള്ള സാധ്യത ഉക്രൈൻ വർദ്ധിപ്പിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം അമേരിക്കൻ പിന്തുണയുള്ള സമാധാന ചർച്ചകളെ ദുർബലപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഉക്രൈൻ ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയാണെന്നും റഷ്യ ആരോപിച്ചു. എന്തായാലും റഷ്യ അമേരിക്ക പേടിക്കുന്നു എന്ന കാര്യം ലോകത്തിനാകെ മനസ്സിലായിട്ടുണ്ട്. ശീതയുദ്ധാനന്തരം തകർന്നുപോയ സോവിയറ്റ് യൂണിയൻ ഇന്നത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നേതൃത്വത്തിൽ തിരിച്ചുവരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ വളർച്ചയെ വളരെയേറെ ഭയത്തോടെയാണ് അമേരിക്ക നോക്കിക്കാണുന്നത്. 3 വർഷമായി റഷ്യയും ഉക്രൈനുമായി തുടരുന്ന യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ മുഴുവൻ ഉപരോധം സൃഷ്ടിച്ച് റഷ്യ അങ്ങോട്ട് ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. എന്നിട്ടോ പൂർവാധികം ശക്തിയോടെ റഷ്യ തിരിച്ചു വന്നു. ആയുധം കൊണ്ടും സാങ്കേതിക വിദ്യ കൊണ്ടും സൈനിക ബലം കൊണ്ടും കരുത്തരായ റഷ്യയ്ക്കൊപ്പം നിൽക്കുന്നതോ ലോകം തന്നെ അതീവ അപകടകാരികളാണെന്ന് കാണുന്ന ഇറാനും ഉത്തര കൊറിയയും. എന്തുകൊണ്ട് റഷ്യ അമേരിക്കയ്ക്ക് അപകടകാരിയാകുന്നു എന്ന കാര്യമാണ് ഇനി പറയുന്നത്. റഷ്യയുടെ പുനരുജ്ജീവനത്തിന്റെ മൂലക്കല്ല് ഒരു ബഹുധ്രുവ ലോകത്തെക്കുറിച്ചുള്ള രാജ്യത്തിന്റെ കാഴ്ചപ്പാട് തന്നെയാണ്. ഒരു ശക്തിയും ആഗോള കാര്യങ്ങൾ നിയന്ത്രിക്കാത്ത ഒന്നാവുക. അതായത് ഇന്ന് എല്ലാം ഭരിക്കുന്നത് അമേരിക്കയാണെന്നാണ് അമേരിക്ക അഹങ്കരിക്കുന്നത്. അത് ഏറെക്കുറെ സത്യവുമാണ്. പക്ഷേ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഇല്ലാതാക്കുക എന്നതാണ് റഷ്യയുടെ ലക്ഷ്യം പോലും. ബ്രിക്സ്, അതുപോലെ ഷാങ്ഹായ് സഹകരണ സംഘടന, യുറേഷ്യൻ സാമ്പത്തിക യൂണിയൻ എന്നിവയിലൂടെ ചൈന, ഇന്ത്യ, ഇറാൻ, മറ്റ് ആഗോള ദക്ഷിണ രാഷ്ട്രങ്ങൾ എന്നിവയുമായി റഷ്യ സഹകരണം ഉറപ്പാക്കിയിട്ടുമുണ്ട്. പാശ്ചാത്യ ശൈലിയിലുള്ള രാഷ്ട്രങ്ങളല്ല, നാഗരികതകളാണ് അധികാര സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടതെന്നാണ് റഷ്യയുടെ നോബൽ സമാധാന സമ്മാന ശൈലിയിലുള്ള നിർബന്ധനം. പഴയ US നേതൃത്വത്തിലുള്ള ഏകധ്രുവ ക്രമത്തെ വെല്ലുവിളിക്കുന്നതാണ് റഷ്യൻ നയങ്ങൾ അത്രയും. ബഹുധ്രുവത്വം ആത്യന്തികമായി സുസ്ഥിര ആഗോള വികസനത്തിന് സംഭാവന ചെയ്യുമെന്ന് പുടിൻ പ്രഖ്യാപിക്കുന്നു. ആധിപത്യം നിലനിർത്താൻ സംഘർഷം സൃഷ്ടിക്കുകയാണെന്ന് US ആരോപിക്കുകയും ചെയ്യുന്നു. മോസ്കോ, ബീജിംഗ്, ന്യൂഡൽഹി എന്നിവയോടുള്ള വിശ്വസ്ത രാജ്യങ്ങൾ പുനഃക്രമീകരിക്കപ്പെടുമ്പോൾ സ്വാധീനം നഷ്ടപ്പെടുമെന്ന ഭയം അമേരിക്കയ്ക്കുമുണ്ട്. പുടിന്റെ കീഴിൽ റഷ്യ അതിന്റെ സൈനിക ആയുധ ശേഖരം വലിയ തോതിൽ നവീകരിച്ചിട്ടുണ്ട്. ഹൈപ്പർസോണിക് മിസൈലുകൾ, ഡ്രോൺ യുദ്ധശേഷികൾ, പുനരുജ്ജീവിപ്പിച്ച ആണവ സിദ്ധാന്തം എന്നിവയൊക്കെ തന്നെ റഷ്യയെ ഭയപ്പെടണമെന്ന പാഠമാണ് US നൽകിയിട്ടുള്ളത്. റഷ്യയുടെ സൈനിക ശേഷി ആയുധങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നുമല്ല. റഷ്യൻ സൈനികരും അവരുടെ പ്രവർത്തനങ്ങളും റഷ്യയുടെ ശക്തിയെ മറ്റ് രാജ്യങ്ങൾ ഭയപ്പെടുന്ന വിധമാക്കിയിട്ടുണ്ട്. നാറ്റോ അതിർത്തികൾക്ക് സമീപമുള്ള എസ്റ്റോണിയ, പോളണ്ട്, ഫിൻലൻഡ് വിന്യാസങ്ങളൊക്കെ റഷ്യ നാറ്റോയുടെ ആർട്ടിക്കിൾ 5 പരീക്ഷിച്ചേക്കാമെന്ന് യൂറോപ്യൻ ഇന്റലിജൻസ് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. സാങ്കേതിക ആയുധ മത്സരമാണ് അടുത്തതായിട്ട് ഇവിടെയുള്ളത്. US പ്രതിരോധത്തിലെ ബലഹീനതകൾ പോലും തുറന്നുകാട്ടുന്ന ഡ്രോണുകളും സൈബർ തന്ത്രങ്ങളും റഷ്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ക്രെംലിന് നാറ്റോ അംഗരാജ്യങ്ങളെ ഭീഷണിപ്പെടുത്താൻ കഴിയുമെങ്കിൽ, അല്ലെങ്കിൽ USന്റെ മണ്ണിലെ ദുർബലമാക്കാൻ കഴിയുമെങ്കിൽ അത് ആഗോള കണക്കുകൂട്ടലിനെ പുനർനിർമ്മിക്കുന്ന ഒരു നീക്കം തന്നെയാണ്. പ്രതിരോധം പുനർനിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകത വാഷിംഗ്ടൺ കാണുന്നുണ്ട്. കൂടുതൽ പ്രതിരോധ ചെലവ്, നാറ്റോ വെടിവെപ്പുകൾ, തന്ത്രപരമായ നിലപാട് എന്നിവ അധികാരം നിലനിർത്താൻ അവർക്ക് അത്യാവശ്യവുമാണ്. പുടിൻ വെറും ടാങ്കറുകൾ വളയ്ക്കുകയല്ല, അദ്ദേഹം നല്ല രീതിയിൽ നയതന്ത്രമാണ് ഉണ്ടാക്കുന്നത്. പുതിയ കരാറുകൾ ഉണ്ടാക്കുകയാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇന്ത്യയിലേക്കുള്ള പുടിൻ നടത്തിയ നീക്കമാണ് ഏറെ ശ്രദ്ധേയമായിട്ട് ഇതിലെടുത്തു പറയേണ്ടത്. USന്റെ സ്വാധീനം സന്തുലിതമാക്കാൻ ലക്ഷ്യമിട്ട് ചൈനയുമായും അതുപോലെ റഷ്യയുമായും ത്രികക്ഷി സഖ്യം ശക്തിപ്പെടുത്താൻ പുടിൻ ഇന്ത്യയാണ് സമീപിച്ചത്.
യൂറോപ്യൻ വിപണികൾ നഷ്ടപ്പെട്ടതിനു ശേഷം പാശ്ചാത്യ സ്ഥാപനങ്ങളെ മാറ്റി നിർത്താൻ മോസ്കോ വ്യാപാര ഇടനാഴികളെ യൂറേഷ്യൻ റെയിൽവേകൾ ആഗോള ദക്ഷിണ ആഫ്രിക്കൻ പങ്കാളികളായിട്ട് ത്വരിതപ്പെടുത്തുന്നുണ്ട്. അതായത് ഉപരോധങ്ങൾ ഏർപ്പെടുത്തി റഷ്യ അങ്ങോട്ട് ഒതുക്കിക്കളയാമെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ ആഗ്രഹത്തിന് വിലങ്ങ് തടിയായിട്ട് മോസ്കോ ചെയ്തത്, അതായത് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അത് അവരുടെ അധികാര പരിധികൾ മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ്. നമുക്ക് അടുത്തിടെ വന്ന റിപ്പോർട്ടുകൾ പറയുന്നത് ആഫ്രിക്കയിൽ പോലും പുടിൻ എത്തി എന്നതാണ്. അദ്ദേഹത്തിന്റെ സൈനിക വ്യൂഹങ്ങൾ ആഫ്രിക്കയിൽ എത്തി. ആഫ്രിക്ക പോലും ഇപ്പോൾ നിലനിൽക്കുന്നത് റഷ്യയുടെ കീഴിലാണ് എന്ന കാര്യമാണ്. അതായത് അമേരിക്കയുടെ ഒരു പവർ നഷ്ടമാകുന്ന കാഴ്ചയാണ് ലോകം ഇതിലൂടെ കാണുന്നത്. പാശ്ചാത്യ ഐക്യത്തെ ആസൂത്രിതമായി തകർക്കുന്നതായിട്ടാണ് റഷ്യ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഒരു വിമർശനമായിട്ട് വരുന്ന ഒരു കാര്യം. US വിരുദ്ധ ബ്ലോക്കുകൾ ശക്തിപ്പെടുത്തുക, ഭിന്നിപ്പിക്കുന്ന ഊർജ്ജ നയതന്ത്രം, US ഉപരോധങ്ങൾ മറികടക്കാൻ രൂപകൽപ്പന ചെയ്ത നയതന്ത്ര ശൃംഖല, US പൊരുത്തക്കേടുകൾ ചൂഷണം ചെയ്യുക എന്നിവയാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. ലോകത്തിലെ ഭൂരിപക്ഷം രാജ്യങ്ങളെയും ഒരു യൂണിപോളർ ലോകക്രമത്തിലേക്ക് വഴിപ്പെടുത്തിയ അമേരിക്കയുടെ ആധിപത്യം ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന സമയം കൂടിയാണുള്ളത്. അമേരിക്കയ്ക്ക് പകരം മറ്റാര് എന്ന ചോദ്യത്തിന് ഉത്തരമായി റഷ്യ വളരുന്നു എന്ന കാഴ്ചയും നമ്മളിവിടെ കാണേണ്ടതാണ്. 1990കളിൽ യൂജനി പ്രിംകോവ് ചാർത്തിയെടുത്ത സിദ്ധാന്തമനുസരിച്ച് ഒരു രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് അതത് രാജ്യത്തിന്റെ സ്വന്തം ശക്തി ഉറപ്പാക്കിയിരിക്കണം. അതിനാൽ ലോകത്ത് അമേരിക്ക രീതിയിൽ ഒരു ആധിപത്യമായി നിലകൊള്ളണം എന്ന് അനുവദിക്കാൻ കഴിയില്ലെന്നാണ് റഷ്യയുടെ നിലപാട്. ഇതിന്റെ ഭാഗമായി റഷ്യ ചൈനയുമായും ഇന്ത്യയുമായും ബ്രിക്സ് പോലുള്ള ഗ്രൂപ്പുകളുടെ ബഹുവിഭാഗീയ ലോകത്തെ പ്രവേശിക്കാനുള്ള ഒരു ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഇത് പ്രകാശവൽക്കരണത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ഒരു മാർഗമാണ് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ആഫ്രിക്കയിൽ വാഗ്നർ ഗ്രൂപ്പിന് പകരമായി റഷ്യയുടെ സൈനിക പങ്കാളിത്തവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതായത് എല്ലാ രീതിയിലും റഷ്യ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സൈനിക പ്രവർത്തനങ്ങൾ റഷ്യയുടെ സ്വാശ്രയത്വവും സ്വാതന്ത്ര്യവുമാണ് പ്രതിഫലിപ്പിക്കുന്നത്. അത്രയും റഷ്യയുടെ എണ്ണവാതക സമ്പത്ത്, അതിന്റെ സ്വാതന്ത്ര്യ സാമ്പത്തിക നീക്കങ്ങൾ, ഡോളറിന്റെ ആശ്രയം വിട്ട് യുവാനിൽ വ്യാപാരം നടത്താൻ തുടങ്ങിയെന്നാണ് അറിയപ്പെടുന്നത്. വെസ്റ്റ് രാജ്യങ്ങളുടെ സാമ്പത്തിക നിയന്ത്രണം റഷ്യയെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും റഷ്യ ആഹ്ലാദകരമായി അതിൽ നിന്നും അകത്തേക്ക് മാറി മറ്റ് മാർഗങ്ങളൊക്കെ തേടാൻ തുടങ്ങിയെന്നാണ് നമുക്ക് അടുത്തിടെ വന്ന റിപ്പോർട്ടുകളൊക്കെ നോക്കിയാൽ മനസ്സിലാവുന്നത്. റഷ്യയുടെ സാന്നിധ്യം മാനവികമായ ലക്ഷ്യങ്ങളോട് കൂടിയായിട്ടാണ്. അതായത് മാനുഷിക മൂല്യങ്ങളും അതുപോലെ മനുഷ്യാവകാശങ്ങളും ജനാധിപത്യവും ഒക്കെ ഊന്നിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് റഷ്യ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇപ്പോൾ തുടരുന്ന കാര്യങ്ങളൊക്കെ, അതായത് ഒരു ആധിപത്യത്തിന്റെ ഒരു യൂണിപോളാർ വേൾഡ് വേണ്ട എന്നൊരു നയം തന്നെയാണ് റഷ്യ പിന്തുടരുന്നത്. അതിന് കൂട്ടായിട്ട് നിർത്തിയത് ഇന്ത്യയും ചൈനയും ഉത്തര കൊറിയയും അതുപോലെ ഇറാനും ഒക്കെ തന്നെയാണ്. ഇറാനും ഉത്തര കൊറിയയും ഒക്കെ ലോകത്തിലെ തന്നെ ഭയപ്പെടുന്ന രണ്ട് രാജ്യങ്ങളാണ് എന്ന കാര്യം ഞാൻ പറയേണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. റഷ്യ ഇക്കാര്യത്തിൽ ഒരു മാനവീയ ആത്മാവിനെ പ്രതീക്ഷിക്കുന്ന സാമൂഹിക സ്ഥാപനമായിട്ട് പ്രകടനം ചെയ്യുന്നത്. റഷ്യയുടെ നേതൃത്വത്തിലുള്ള SCO, ബ്രിക്സ് പോലുള്ള ബഹുമുഖ സംരംഭങ്ങൾ അത്രയും എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ വളരെ ന്യായമായിട്ടും സമാധാനപരമായിട്ടും ഒരു കോപ്പറേഷൻ എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇതിലൂടെ മാത്രമാണ് ലോക സമാധാനം പുനർനിർമ്മിക്കാൻ സാധിക്കൂ എന്നാണ് റഷ്യ മുന്നോട്ട് വെക്കുന്ന ആശയം. റഷ്യ അതിന്റെ ജനാധിപത്യം, സ്വതന്ത്ര സുരക്ഷാ തീരുമാനങ്ങൾ, സാമ്പത്തിക സ്വാശ്രയത്വം, തങ്ങളുടെ സംസ്കാരം തുടങ്ങിയ വ്യക്തികൾ ഉൾപ്പെടെ എല്ലാ മേഖലയിലുള്ള അവകാശങ്ങളുടെയും സംരക്ഷണത്തിനാണ് നിലകൊള്ളുന്നത്. രാജ്യം കൂടുതലായി ജനങ്ങൾക്ക് സ്വയം തീരുമാനമെടുക്കാനുള്ള അവകാശത്തിന്റെ സംരക്ഷണവുമാണ് വേണ്ടത് എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ ജനങ്ങൾ സ്വതന്ത്രന്മാരാകാനുള്ള ഒരു പ്രതീക്ഷയാണ് മുന്നോട്ട് വെക്കുന്നത്. ഇനി അമേരിക്ക ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് റഷ്യ സ്വീകരിക്കാൻ പോകുന്ന ഡോളറൈസേഷൻ ആണ്. അതായത് നമുക്കറിയാവുന്നതാണ്, അമേരിക്കൻ സാമ്പത്തിക നില താഴാതിരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഡോളറൈസേഷൻ കൊണ്ടാണ്. അമേരിക്കയുടെ ഡോളറാണ് നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നത്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അമേരിക്ക മറ്റൊരു ആരോപണമായി മുന്നോട്ട് വന്നിരുന്നു. അതായത് ഡോളറൈസേഷൻ നടത്തുകയാണെങ്കിൽ, ബ്രിക്സ് രാജ്യങ്ങൾ ഡോളറൈസേഷൻ നടത്തുകയാണെങ്കിൽ ഇന്ത്യയോട് മാപ്പ് കൊടുക്കാൻ പറ്റില്ല എന്നതായിരുന്നു അമേരിക്കയുടെ ഒരു കാര്യം. അപ്പോൾ തന്നെ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി പറയുന്നുണ്ട്, ഞങ്ങൾ അത്തരത്തിലുള്ള ചർച്ചകളൊന്നും നടത്തിയിട്ടില്ല, താങ്കൾ എന്താണ് പറയുന്നത്? പക്ഷേ അമേരിക്കയുടെ ഒരു ഭയമാണ്, അതെങ്കിൽ ബ്രിക്സ് കൂട്ടായ്മ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അമേരിക്ക ഇടിയുമെന്ന കാര്യം അമേരിക്കൻ പ്രസിഡന്റിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഇപ്പോൾ റഷ്യയുമായിട്ട് ഒരു പ്രശ്നത്തിന് നിൽക്കാൻ അമേരിക്ക തയ്യാറല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ എങ്ങനെയെങ്കിലും അമേരിക്കയുടെ ഒരു ആധിപത്യം നിലനിർത്തണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ചെയ്യണമെങ്കിൽ ഇറാനെ ഒതുക്കേണ്ടതുണ്ട്. ഇറാനെ ഒതുക്കണമെങ്കിൽ റഷ്യയുടെ സഹായം അമേരിക്കയ്ക്ക് കൂടിയേ തീരും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്, എന്ത് തന്നെയാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.